നമസ്കാരം. ഞാൻ നിങ്ങളെ ഇന്നൊരു പൂമരം പരിചയപ്പെടുത്താം. കയ്യിലെടുക്കാവുന്ന പൂമരം. അസീലിയ എന്നാണ് ഇതിൻ്റെ പേര്. കണ്ട എത്ര ഭംഗിയായിട്ടാണ് ഈ പൂക്കൾ ഉണ്ടായിരിക്കുന്നത്. ഞാനിത് മേടിച്ചത് മൂവാറ്റുപുഴയിൽ നിന്നാണ്. മൂവാറ്റുപുഴയിൽ നിന്ന് മേടിക്കുമ്പോൾ കണ്ടോ ഈ സൈഡിലുള്ള ഈ 2 പൂക്കളേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് നിറയെ പൂക്കളായിട്ട് തിക്കായിട്ട് പൂക്കൾ വന്നിട്ടുണ്ട്. കണ്ടോ? അതുപോലെ തന്നെ ഇനിയും ചെറിയ ചെറിയ മുട്ടുകളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വരുന്നുണ്ട്. അപ്പം ഇത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. ബുഷിയായിട്ട് ഇലകൾ വരികയും നല്ല ഗ്രീനിഷ് ആയിട്ട് ഇത് നല്ല തിക്കായിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഇലകളുണ്ടാവും. അതുപോലെ തന്നെ എവർഗ്രീൻ ആയിട്ട് ഇതുപോലെ നിൽക്കുകയും ചെയ്യും. അതിൻ്റെ കൂടെ ഈ പുഷ്പങ്ങൾ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ അടുത്തടുത്ത് ഈ കുടമല്ല പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന പോലെ അത്ര ഭംഗിയായിട്ട് ഇത് ഇങ്ങനെ വയ്ക്കും. മറ്റൊരു പ്രത്യേകത തന്നെ നമുക്ക് സാധാരണ നമ്മൾ ഇൻഡോർ പ്ലാന്റുകളൊന്നും നമുക്ക് വീടിനുള്ളിൽ അങ്ങനെ അതുകൊണ്ട് ഈ പ്ലാന്റൊക്കെ തന്നെ വീടിനുള്ളിൽ വെക്കാമെങ്കിലും പക്ഷെ അത് പൂക്കൾ ഒത്തിരി ഉണ്ടാകാറില്ല. പക്ഷെ നമ്മൾ ഈ ഇൻഡോർ പ്ലാന്റുകളിൽ നമുക്ക് ഈ പൂക്കളുണ്ടാകുന്ന സസ്യങ്ങൾ വളരെ കുറവാണ്. അപ്പം നമുക്ക് ഇത് ഷോപ്പിൽ ഇരിക്കണം കണ്ടപ്പോൾ നമുക്ക് അതിന് ഇത്രയും പൂക്കളുണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നില്ല. ഈ 2 പൂക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പം നോക്കി അന്നുണ്ടായിരുന്ന ചെറിയ മുട്ടുകളൊക്കെ വലുതായിട്ട് ഇപ്പോൾ ഒരാഴ്ചക്ക് മുമ്പ് അത് മേടിച്ചത്. ഒരാഴ്ച മുമ്പ് ഈ 2 പൂക്കളുണ്ടാകും. ഇപ്പം നിറച്ച് പൂക്കളായി. കണ്ടതെ ഈ സൈഡിലേക്ക് നോക്കി. ഇപ്പം ഷോപ്പിൽ അവർ ഇത് വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് വെച്ചിരുന്ന ഒരു ചെടിയാണ്. ഇതുകൂട്ട് ഈ 3 നിറങ്ങളിലാണ് ഇത് വരുന്നത്. റോസ്, പിങ്ക്, അതുപോലെ തന്നെ പർപ്പിള്. ഇങ്ങനെ 3 കളറിലാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ശരിക്കും അതായത് ജന്മസ്ഥലം എന്ന് പറയുന്നത് ശരിക്കും ജപ്പാൻ, ചൈന തുടങ്ങിയ സ്ഥലങ്ങളാണ്. ഇപ്പം നമുക്ക് യൂറോപ്പിലെത്തിയത് 1810-ലാണ്. ഇപ്പം നമുക്കിവിടെ അടുത്ത സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ലഭ്യമാണ്. അപ്പം നമ്മുടെ ഈ വരണ്ട കാലാവസ്ഥയായിട്ട് യോജിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം തന്നെ ഇല്ല ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇതിനൊരു വാട്ടം ഉണ്ടായിട്ടില്ല. നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പരിചരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ നമ്മളിങ്ങനെ കൈ ഇങ്ങനെ അമർത്തി നോക്കുമ്പോൾ ഒരു ചെറിയൊരു നനവുണ്ടായിരിക്കണം. എന്നാൽ അത് ഒത്തിരി വരണ്ട് പോവുകയും ചെയ്യരുത്. അതുപോലെ തന്നെ വെള്ളം ഒത്തിരി കെട്ടി നിൽക്കാനും അനുവദിക്കരുത്. അപ്പം അങ്ങനെയുള്ളൊരു അന്തരീക്ഷം, അതായത് ഒരു അമ്ലത്വം അസിഡിറ്റി ഉള്ള ഒരു ചെടിയാണ്. കുറ്റിച്ചെടിയാണെങ്കിൽ അങ്ങനെ ഒരു പ്രകൃതമാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് ഈ അസിഡിറ്റിയുള്ള വളങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ ചെടി നമ്മുടെ സാധാരണ പോട്ട് മിശ്രിതം തന്നെയാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കേണ്ടത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ ഇതിനകത്ത് വെള്ളം കെട്ടി നിൽക്കരുത്. എന്നാൽ വെള്ളം എപ്പോഴും ഇതിനകത്ത് അതിൻ്റെ ഒരു ഈർപ്പം നമുക്ക് ഇതിനകത്ത് ഉണ്ടാവുകയും ചെയ്യണം. അതുപോലെ തന്നെ ഇത് വെക്കേണ്ട സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജനലിനോടൊക്കെ ചേർന്നാണ് വെക്കാവുള്ളൂ. കാരണം ഒരു സെമി ഷെയ്ഡാണ്. അതായത് മരങ്ങളുടെ ചുവട്ടിൽ വെക്കാം. അതുപോലെ ഇൻഡോർ വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ ജനലിനോട് ചേർന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ ഒരു ചെറിയൊരു വെയിലൊക്കെ കിട്ടണം. വൈകിട്ടാണെങ്കിൽ എപ്പോഴെങ്കിലും ഒരു സമയത്ത് എന്നാൽ ഡയറക്റ്റ് സൺലൈറ്റ് ഇത് അടിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഏതായാലും ഇത് നല്ല രസകരമായിട്ടുള്ള തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് റോഡോഡെൻഡ്രോൺ സിൻസിയ എന്നാണ്. അപ്പോൾ റോഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോസ് എന്നും ഡെൻഡ്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രീ എന്നാണ്. അപ്പം ശരിക്കും ഒരു റോസാ പൂമരമാണിത്. ശരിക്കും അതിൻ്റെ വാക്കുകൾ പോലെ തന്നെ വളരെ രസമാണിത് കാണാൻ. ഇപ്പം നമ്മുടെ നമ്മളിത് വെച്ചിരിക്കുന്ന കിച്ചണിലാണ്. ഇപ്പം ഈ കിച്ചണിൽ ഇത് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ടോ അതിന് ആ ഒരു റൂം തന്നെ മാറിപ്പോയി. അതുകൊണ്ട് ഇതിൻ്റെ ചോട്ടിലൊക്കെ ഉണ്ടായിരുന്നു. കണ്ടോ എനിക്ക് ഏറ്റവും അടിയിലൊക്കെ അത് വളരെ അപൂർവമായിട്ട് അങ്ങനെയൊക്കെ സംഭവിക്കാറുള്ളൂ. നമ്മൾ സാധാരണ നമ്മൾ മേടിക്കുമ്പം ഇങ്ങനെ ചോട്ടിലൊന്നും ഇങ്ങനെ ഉണ്ടായി കണ്ടിട്ടില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇതേത് ശരിക്കും നമുക്ക് പ്രിയപ്പെട്ടവർക്കൊക്കെ സമ്മാനിക്കാൻ വേണ്ടി ആ ഷോപ്പിൽ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിരുന്നതാണ്. ഞങ്ങൾക്കത് കണ്ടപ്പോൾ നല്ല രസമായിട്ട് തോന്നി. ഏതായാലും അത് നഷ്ടമായില്ല. ഞങ്ങൾ ഇനിയും മേടിക്കണമെന്നാണ് കരുതുന്നത്. കൂടുതൽ ചെടികൾ മേടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വിശേഷങ്ങൾ ഇഷ്ടമായി